എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പ്രിയപ്പെട്ട നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കാം. കർത്താവ് ഫെബ്രുവരി 25 ചൊവ്വാഴ്ച ഇന്നത്തെ ദിവസം അങ്ങ് നൽകിയതിന് നന്ദി പറയുന്നു ഈശോയെ. അങ്ങയുടെ മക്കളെ മുഴുവനായി അങ്ങയുടെ ദിവസം ഞാൻ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ, അവരുടെ ഇന്നത്തെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, അവരുടെ യാത്രകൾ, അവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, വർക്ക് അറ്റ് ഹോമായി ചെയ്യുന്നവർക്കുണ്ടാകുന്ന വിഷയങ്ങൾ, വീട്ടിലെ പല വിഷയങ്ങളും പെൻഡിങ്ങായി കിടക്കുമ്പോൾ പറഞ്ഞു തീർക്കാനുള്ളവരുണ്ടാകും. ചില വിഷയങ്ങൾ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ, പക്ഷെ പറഞ്ഞ പൊട്ടിത്തെറി ഉണ്ടാകുമോ, അത് ഉൾക്കൊള്ളുമോ, എങ്ങനെ ഉൾക്കൊള്ളുമോ എന്നൊക്കെ അറിയാൻ ആശങ്കയോടെ നടന്നിട്ട് ഇത് പൂച്ചക്കാരും മണി കെട്ടും എന്നുള്ള രീതിയിൽ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, കർത്താവ് ചില സംഭവിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ സംഭവിച്ചാൽ തകർന്ന് സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കാതിരിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ കിടന്ന ഒരു നൂൽക്കമ്പിയെ കൂടി ഇങ്ങനെ പോകുന്ന അവസ്ഥ ഉണ്ട് ഈശോയെ. അങ്ങനെയുള്ള സംഘർഷം കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഈശോയെ, ഇനി എല്ലാപാടും സംഭവിക്കട്ടെ, ചാകണേ ചാകാം, അങ്ങനെ നിരാശയോടെ ജീവിച്ചിരിക്കുന്ന വൈകാരിക മേഖലയിൽ ജീവിക്കുന്നുണ്ട് ഈശോയെ. അവരെ മുഴുവനായിട്ട് ഞാൻ ഈ ആൾത്താറെ എപ്പോഴും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഈ ഒരു മാനസികാവസ്ഥയിൽ ആരൊക്കെ ഉണ്ടോ അവരെയെല്ലാം നീ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒത്തിരി ആഘോഷങ്ങൾ സംഭവിച്ചിട്ട് ഒരു കുഞ്ഞിനെ പോലും കിട്ടാത്ത അമ്മമാർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, അതുപോലെ തന്നെ ജീവിത മാർഗങ്ങളെല്ലാം മുട്ടിപ്പോയവരുണ്ട്. ജീവിത മാർഗങ്ങൾ മുട്ടിക്കുന്നതിന് വേണ്ടി കേസൊക്കെ കൊടുത്തിരിക്കുന്നവരും, അതിൻ്റെ പേരിൽ കടങ്ങൾ മേടിച്ച് വരുമാന മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് കടം മേടിച്ച് മുടിയുന്നവരുണ്ട്. ഇങ്ങനെ അതുകൊണ്ട് വൈരാഗ്യവും വിദ്വേഷവും പരസ്പരമുള്ള അവരെൻ്റെ കൈ കിട്ടിയ ശരിപ്പെടുത്തുമെന്നുള്ള തിന്മയുടെ ശക്തികളിലെല്ലാം വിട്ട് കുരുങ്ങിപ്പോയവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാവരെയും ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുകയാണ്. എൻ്റെ കർത്താവെ, ഇതേ മാനസികാവസ്ഥയിൽ സ്വദേശത്തും വിദേശത്തുള്ള ജയിലുകളിലും വിദേശത്തുള്ള കേസുകളിലും ഒക്കെ പെട്ടിരിക്കുന്ന എല്ലാവരും, നാട്ടിലുള്ള കേസുകൾ, പോലീസ് കേസുകൾ, കോടതി കേസുകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വേദന അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ, SLC കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന എല്ലാ മക്കളെയും കർത്താവ് ആശീർവദിക്കട്ടെ. പലവട്ടം പരീക്ഷ എഴുതി പരാജയപ്പെട്ടു. ഇനിയൊരു പരീക്ഷയ്ക്ക് കർത്താവെ എനിക്ക് ഇടവരുത്തല്ലേ, ഞാൻ ഇനി ഒരു IELTS എഴുതി പാസ്സാകാനില്ല, അതിന് ഡേറ്റ് തീരാൻ പോകുന്നു എന്നൊക്കെ വിചാരിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് അതൊക്കെ മുമ്പ് എനിക്ക് ജോലി കിട്ടാനേ, വിഷ വരാൻ ഇടയാക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ശരി, അവരുടെ എല്ലാം കണ്ണുനീരുകൾ ഞാൻ കർത്താവിന് തിരിച്ച് സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഈശോ, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞില്ല എന്ന് ഓർത്ത് ആരെങ്കിലും വിങ്ങിയെന്നുണ്ടെങ്കിൽ അവരെ കൂടി ഞാൻ ഈ സമയത്ത് അങ്ങോട്ട് തിരിച്ചു വെക്കുന്നു. അവരെ ആശീർവദിക്കുകയും അവർക്ക് സാക്ഷ്യം പറഞ്ഞ് സന്തോഷം തിരിച്ചു വരാൻ ഇടയാകുകയും ചെയ്യട്ടെ. എല്ലാവരും റിഫ്യൂസസ് വിട്ട് പവർ ആൻഡ് ഗ്രേസ്. മക്കൾ, നമ്മൾ ഇന്ന് വായിക്കാൻ പോണത് നോൻപിൻ്റെ പശ്ചാത്തലത്തിൽ വേണ്ടി കേൾക്കാൻ കേട്ടാ. നോൻപ് തുടങ്ങിയിട്ടില്ല, പക്ഷേ നമ്മൾക്കിവിടെ പതുക്കെ നോൻപെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ രക്ഷിക്കുന്നത്. അതായത് യേശയ്യ 55:6 കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അതായത് ഈ നോൻപിൻ്റെ കാലം എന്ന് പറഞ്ഞിട്ടില്ല, ആയിരക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ കണ്ടെത്തുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോൻപിൻ്റെ ഒപ്പം കൂടി സഞ്ചരിക്കണം, നോൻപിനോട് ചേർന്ന് സംഘടിപ്പിക്കണം. നോൻപെന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ, അതിനുള്ള പോസിറ്റീവായിട്ട് കർത്താവിനെ കണ്ടെത്തുന്ന ഒരു കാലമാണ്. കർത്താവിനെ എന്തെല്ലാം തരത്തിൽ കണ്ടെത്താൻ പറ്റുമെന്നറിയോ? ഇപ്പോൾ യാക്കോബിൻ്റെ നമ്മൾ കാണിക്കുന്ന ഭക്തികളെന്ന് വെച്ചാൽ കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയില്ലേ. കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയുമ്പോൾ ആരാണ്? സർക്കാരിനൊക്കെ വെട്ടിക്കുകയും പൊത്തിവെക്കുകയും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നല്ലതല്ലാത്ത സാധനങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നവരൊക്കെ ഇല്ലേ. അപ്പം അങ്ങനെയൊക്കെ മനുഷ്യന് ദോഷം ചെയ്യുന്ന സാധനങ്ങൾ വിറ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർ അവരെ കളങ്കിത കച്ചവടക്കാരെന്ന് വിളിക്കും. പക്ഷേ നമ്മുടെ ഈ ആധ്യാത്മിക മേഖലയിൽ ഭക്തിയുടെ കാര്യത്തിലും കളങ്കിത ഭക്തി ഉണ്ടെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ. നിഷ്കളങ്കമായ ഭക്തിയുണ്ട്. അപ്പം നോൻപ് കാലം ഭയങ്കര ഭക്തിയുടെ കാലമാണല്ലോ, അല്ലേ? കുരിശിൻ്റെ വഴി ഞങ്ങൾ ഇവിടെ ആലപ്പുഴ, എറണാകുളത്തൊക്കെ ആണെങ്കിൽ, ജില്ലകളിലൊക്കെ ആണെങ്കിൽ ദേവാസ്തപടി, പുത്തമ്പാന,
അമ്മാനം, അങ്ങനെ കുറേ ആചാരാനുഷ്ഠാനങ്ങൾ, ഭയങ്കര സമൃദ്ധമായ ആചാരാനുഷ്ഠാനം. അതെല്ലാം ഭക്തിരസത്തിലൂടെ ജീവിത ആന്തരിക വിശുദ്ധി ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഭക്തികൾ അതിന് തന്നെ രണ്ട് തരം ഉണ്ടെന്നാണ് യാക്കോബ് പറയുന്നത്. യാക്കോബ് പറയുന്നത് കളങ്കിത ഭക്തിയുണ്ട്, നിഷ്കളങ്ക ഭക്തിയുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടേത് ഒന്ന് ചിന്തിക്കണമല്ലാണ്, നമ്മുടെ ഭക്തി കളങ്കിതമാണ്, അതാ നിഷ്കളങ്കമാണ്. യാക്കോബ് 1:27 വായിച്ചേ. പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. അതാണ് ഭക്തിയാണ്, നിഷ്കളങ്കമായ ഭക്തി. കാര്യം നമുക്കൊന്നും ഇങ്ങോട്ട് കിട്ടത്തില്ല. ദൈവമാണ് അവരെ സന്ധിക്കേണ്ടത്, ദൈവത്തിന്റെ പേരിൽ നമ്മൾ സന്ധിക്കുകയാണ്. അത് അപ്പോഴാണ് ഭക്തിയാകണത്. ദൈവമാണ് അനാഥകളെയും വിധവകളെയും സംരക്ഷിക്കേണ്ടത്. അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവരെ സന്ധിക്കാൻ വേണ്ടി. അപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ, ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ അവരെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നത്. അത് ദൈവത്തോടുള്ള ഭക്തിയാണ്. അതിനെ വചനം വിളിക്കുന്നത് നിഷ്കളങ്കമായ ഭക്തി എന്നാണ്. ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പൊ കളങ്കിത ഭക്തിയുണ്ട്. കളങ്കിത ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 100% നമ്മുടെ ആ ഭക്തിയുടെ ഉദ്ദേശം നമ്മളുടെ ആവശ്യങ്ങളായിരിക്കും. അത് പാലം കയറുമ്പോഴും നാരായണ, പാലം കയറി കഴിഞ്ഞ് കുരായണ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അതുപോലെ തന്നെ കളങ്കിത. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചില പടികളൊക്കെ ഉരുള് നേർച്ചയൊക്കെ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നേർച്ചയാണത്. കാര്യം സ്റ്റാറ്റസ് ഡിമിനിഷ് ആക്കുന്ന, എളിമപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആൾക്കാർ ഉരുണ്ടൊക്കെ പോകും. ഇപ്പം ഞാൻ ചിലരൊക്കെ പള്ളിയിലൊക്കെ കൊച്ചനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ഉരുണ്ട് വന്നത്? ഇപ്പോൾ മാതാവിൻ്റെ സെബസ്ത്യാനോസിൻ്റെ പുണ്യാണ്ട് നേർച്ചയ്ക്ക് ആൾക്കാർ ഉരുണ്ട് വരും. ആ ഇടലക്കുരിശ് നിന്ന് നാനവാതിൽ വരെ ഉരുണ്ട് വരും. അപ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ഉരുണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയും, പക്ഷേ ഭയങ്കര വയറുവേദനയെന്ന് വെച്ചാൽ അതൊന്ന് മാറാൻ വേണ്ടി ഞാൻ അന്ന് നേർന്നതാണ്. അപ്പം അത് കറക്റ്റ് മാറിയത്. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവം, അവരുടെ ആ ഒരു രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഇത്രയും പങ്കപ്പാട് അനുഭവിച്ചത്. അപ്പം അതിനകത്ത് ദൈവത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിലും അവരുടെ ഒരു ആവശ്യം കൂടി അതിനകത്ത് ഉണ്ട്. അപ്പം അങ്ങനെ അവരുടെ ആവശ്യമുള്ളത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ ദൈവികമായ ജീവിത സുവിശേഷത്തിൻ്റെ ചൈതന്യമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഭക്തി കളങ്കിത ഭക്തിയാകും. അതൊരു സീരിയസ് ആണ്, സൂക്ഷിക്കണം. ഇപ്പം ഞാനൊരു സ്ഥലത്ത് വികാരിയായിട്ടിരിക്കുകയും, വികാരിയല്ല കൊച്ചനായിട്ടിരിക്കുകയും, അപ്പം കുരിശിൻ്റെ വഴി നടത്തുകയും, വീടാൻ തോറും കുരിശിൻ്റെ വഴി പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടത്തിയാണ്. അവരെ 12ാം സ്ഥലത്ത് കണ്ടില്ല, പക്ഷേ 13ാം സ്ഥലത്ത് കണ്ട്. അവിടെ വീട് വേറെ എവിടെയൊക്കെയാണ് എനിക്കറിയാം. പക്ഷേ ഈ 12ാം സ്ഥലത്ത് ഞാൻ ചോദിച്ചു, എൻ്റെ സ്വഭാവം അന്ന് അങ്ങനെ ഇരുന്ന്. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ആൾക്കാരെ അനുസരിക്കത്തില്ല. ഞാൻ ചോദിച്ചാൽ, ചേച്ചി 12ാം സ്ഥലത്ത് കണ്ടില്ല, എവിടെ പോയെന്ന് ചോദിച്ചു. അവർ പിന്നെ 14ാം സ്ഥലത്ത് 13ാം സ്ഥലത്തൊക്കെ വന്നത്. അപ്പം അന്ന് ഈ ആൾക്കാർ കുറവായാണ്, ആൾക്കാർ നോക്കി വെക്കും. അങ്ങനെയൊക്കെ ഇടവേലൊക്കെ അങ്ങനെയല്ലേ കൊണ്ടുപോകാൻ പറ്റുന്നത്, എന്നാലല്ലേ ശ്രദ്ധ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ ചോദിക്കാൻ പറഞ്ഞു, അതൊന്നും മിണ്ടില്ല അവർ. പിന്നീട് എൻ്റെ കൂടെ നിന്ന് പ്രവർത്തകർ പറഞ്ഞ് അവരുടെ വൈരാഗ്യ വഴക്കാണെന്ന് പറഞ്ഞു. കാര്യം ഈ 12ാം സ്ഥലത്തുള്ള വീട്ടിൽ അവർ കയറത്തില്ല, അവരുമായിട്ട് വഴക്കാണ്. അതുകൊണ്ട് 13ാം സ്ഥലത്ത് നിന്ന് ഇവർ ഉണ്ടയിട്ട് 14ാം സ്ഥലത്ത് വരും. ഭക്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് കളങ്കിത ഭക്തി എന്ന് പറയും. മുൻപ് കാലത്ത് ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആദ്യം പറഞ്ഞ പോലെ അനാഥരെയും വിധവകളുടെയും കർത്താവിന് വേണ്ടി അവർക്ക് നമ്മുടെ ഒരു കെയർ കൊടുക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് ചെയ്യേണ്ട ജോലി കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് കർത്താവിനുള്ള ഭക്തിയായിട്ടും നിഷ്കളങ്ക ഭക്തിയായിട്ട് ദൈവം സ്വീകരിക്കാനിട. അങ്ങനെയാണ് നമ്മൾ ആത്മാവിൽ അവിടുത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്. ഓക്കെ. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ സമൃദ്ധമായ സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. കാരണം പണ്ടൊക്കെ കൃപാസനത്തിലെ ഉടമ്പടി കാലത്തിന് മുമ്പ് എല്ലാ ആദ്യ ചൊവ്വാഴ്ചകളിലും സാക്ഷ്യമുണ്ടാകുമായിരുന്നു. ഒരു 16 സാക്ഷ്യമൊക്കെ ഉണ്ടാവും. പക്ഷേ അന്നൊക്കെ ഓർത്തിരുന്നത് അതാണ് ഏറ്റവും വലിയ സാക്ഷ്യങ്ങളെന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉടമ്പടി അമ്മ തന്നപ്പോൾ ഉടമ്പടിയിലൂടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ 8 ഇരട്ടിയായി. 8ാമത് പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ
8 ഇരട്ടി എന്ന് എൻ്റെ അർത്ഥം. പണ്ട് ഒരു പ്രാർത്ഥനയിലേ ഉണ്ടായിരുന്നുള്ളൂ, ഉടമ്പടിക്ക് മുമ്പ് 2 പ്രാർത്ഥന ഉണ്ടായി. അത് ചൊവ്വാഴ്ച മാക്സിമം 1ാമത്തെ ഞായറാഴ്ച ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു അവസാന കാലമായപ്പോൾ ഒരു 3ാം ചൊവ്വാഴ്ച ചെറിയ ചെറിയ സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ 5 കൂടിയിരിക്കുന്നത്. 5ലും നമ്മൾ കേൾക്കുന്ന സാക്ഷ്യം സാക്ഷ്യങ്ങളുടെ സാക്ഷ്യമാണ്. അതായത് ആ സാക്ഷ്യം കേട്ടാൽ നമ്മൾക്ക് ഒരു ബ്രീഡിങ് ടെസ്റ്റിമണിയാണ്. ഇത് കേൾക്കുന്നവരിലുമൊക്കെ അതുപോലെ ആ സാക്ഷ്യം ഇങ്ങനെ പ്രവർത്തിക്കും. കാര്യം നമ്മളിപ്പോൾ ദൈവത്തെ ഇങ്ങനെ കണ്ടും കേട്ടും തൊട്ടുമൊക്കെയാണ് ഇപ്പോഴേ കൃപാസനത്തിൽ ഓരോ ദിവസവും കടന്നു പോണത്. പിന്നെ എനിക്കിപ്പോഴുള്ള പ്രത്യേക സന്തോഷം, പണ്ട് ഇതിൻ്റെ അകത്തായിരുന്നു സാക്ഷ്യം സംഭവിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും പ്രാർത്ഥന നടക്കുന്ന സമയത്തും ആരാധനയുടെ സമയത്തും. ഇപ്പോഴങ്ങനെയല്ല. അകത്തും പിന്നെ ഫീൽഡിലും യാത്രയിലും ഓഫീസിലും ആശുപത്രിയിലും ഇവിടുന്ന് പോയി കഴിഞ്ഞാണ് ഒരു 80% സാക്ഷ്യങ്ങൾ സംഭവിക്കുന്നത്. കാര്യം ഇവിടെ സാക്ഷ്യം കേൾക്കുന്നവർക്ക് മനസ്സിലാവും, കുറച്ച് സാക്ഷ്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് ഇതിന് ശേഷമാണ് സാക്ഷ്യമല്ല. അപ്പോൾ ദൈവം അമ്മ നിങ്ങളെ അനുഗ്രഹിച്ചാണ് വിടുന്നത്, ആക്ടിവേഷൻ പിന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു ബോധം ഉണ്ടാകണം, അമ്മ ഇപ്പോൾ തന്നെ എന്നെ അനുഗ്രഹിച്ചാണ് വിട്ടിരിക്കണതെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഇപ്പോഴേ ഒരു ഉടമ്പടി പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു. ആദ്യ ഞായറാഴ്ച ആസ്പദമാക്കി. ഇനിയിപ്പോൾ ആദ്യ ഞായറാഴ്ചകളൊന്നും പ്രാർത്ഥനയില്ല. ഞായറാഴ്ച പ്രാർത്ഥനയെല്ലാം ഉടമ്പടി ധ്യാനമില്ല. 3 പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുഴുവൻ പോലീസുകാർ വന്നാണ് കഴിഞ്ഞ ആദ്യ ഞായറാഴ്ച ആൾക്കാരെ നിയന്ത്രിച്ചത്. കാരണം അപകടകരമായ ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ആൾക്കാർ തിരിച്ചു പോകുന്നൊരു കണ്ടീഷൻ വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കാൻ ഇടവില്ലാതെ. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പ്രാർത്ഥന മാറ്റി. അതിനെക്കുറിച്ച് ബ്രദർ പറഞ്ഞു, ഞാനും അവസാനം പറയും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം ഇതൊന്നുമല്ല. അതായത് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആർക്കെങ്കിലും വേണ്ടി, അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുമായി ചെയ്ത ഉടമ്പടി, അപ്പം ഉടമ്പടി പ്രിയപ്പെട്ടവർക്കും ചെയ്യാം അല്ലേ? നമുക്ക് മാത്രം, നമുക്ക് 2-3 കാര്യമേ വരത്തുള്ളൂ. 6 കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 6 കാര്യങ്ങൾ 6 കൽഭരണിയുടെ അനുപാതത്തിലാണ് അത് വരുന്നത്. പക്ഷേ അമ്മ 6ൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നതായിരിക്കത്തില്ല പ്രാധാന്യമുള്ള വിഷയം. അതാണ് ഈ ധ്യാനിച്ചാണ് ഉടമ്പടി നമ്മൾ നിബന്ധന വെക്കേണ്ടത്. പലപ്പോഴും നിങ്ങൾ പറയുന്ന വിഷയം ആയിരിക്കത്തില്ല ഒന്നാമതായി ചെയ്യേണ്ട കാര്യം. അവിടെ നമുക്ക് എവിടെയോ ഇത്തിരി കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുപോലെ ഒരപ്പച്ചൻ്റെ സാക്ഷ്യം കിടപ്പുണ്ടായി, ഒരു നാട്ടു സാക്ഷ്യം. കാര്യം ലാംഗ്വേജ് ഒന്നും ഇല്ലാതെ സാധാരണ സ്വാഭാവികമായ നാട്ടുവർത്തമാനത്തിൻ്റെ സ്റ്റൈലിൽ ഒരപ്പച്ചൻ പറഞ്ഞിരിക്കുന്ന വളരെ വിശ്വാസ്യമായ ഒരു സാക്ഷ്യം. അല്ല, അപ്പച്ചൻ പറഞ്ഞത് ഉടമ്പടി ഞാൻ കഴിഞ്ഞു. ഉടമ്പടി കഴിഞ്ഞപ്പോൾ 5 മാസം കഴിഞ്ഞപ്പോഴാണത് പൂർത്തിയാക്കി അച്ഛനെ കണ്ടു എന്ന് പറഞ്ഞു. അച്ഛനെ കാണുന്നത് ഉടമ്പടിയുടെ ഒരു ഭാഗമല്ല ഇനി മുതൽ. കണ്ട നല്ല കാര്യമായിരിക്കാം അത്, പക്ഷേ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾ കാണേണ്ട വിഷയമുള്ളൂ. രോഗികൾക്കാണെങ്കിലെല്ലാം കൃത്യമായി, ഗുരുതരമായ രോഗികൾക്കെല്ലാം ഇത് കഴിയുമ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്. പിന്നെ ഇഷ്യൂസ് ഇല്ല, നിലവിലില്ല. പിന്നെ 1-2 ഉടമ്പടിയോ 2-3 പുതുക്കി കഴിയുമ്പോൾ ബാക്കിയുള്ള വിഷയത്തിൻ്റെ മേൽ ഒരു ഡിസ്കഷൻ ആവശ്യമാണെങ്കിൽ, ഒരു കൗൺസിലിംഗ് ഡിസ്കഷൻ ആവശ്യമാണെങ്കിൽ അതിനുള്ള സമയം ജില്ലാ അടിസ്ഥാനത്തിൽ പത്രത്തിലുണ്ട്. ഈ എപ്പോഴും നമ്മൾ വായിക്കേണ്ടത് പത്രത്തിൻ്റെ 12ാം പേജ് വായിക്കണം. അപ്പോൾ 12ാം പേജിൽ ഏത് ചൊവ്വാഴ്ച ഏത് ജില്ലയിലുള്ളവർക്കാണ് വ്യക്തിപരമായി കാണുന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് 12ാം പേജിൽ. അപ്പോൾ ആ ജില്ലക്കാരാണ് വ്യക്തിപരമായി കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്താണ് വരേണ്ടത്. കാര്യം എല്ലാ ജില്ലക്കാരും ഉണ്ടല്ലോ ഇവിടെ. കണ്ട് സാക്ഷ്യം കേട്ടപ്പോൾ മനസ്സിലായില്ലേ? ഇടുക്കി തൊട്ട് കണ്ണൂർ, ട്രിവാൻഡ്രം വരെയുള്ളവരെല്ലാവരും നമ്മൾ ഒരുമിച്ചിരിക്കുക.
അപ്പോൾ ഓരോ ജില്ലയ്ക്കും ഓരോ ദിവസം കൊടുത്തിരിക്കുകയാണ് വ്യക്തിപരമായി കാണാൻ. ഉടമ്പടി 1 or 2 പുതുക്കി കഴിയുമ്പോൾ അത് എപ്പോഴാണ്? അതെല്ലാം പത്രത്തിൻ്റെ 12 മാർച്ച്. ഇനി ഏപ്രിൽ മാസം പത്രം കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഏറ്റവും ബാക്കിൽ വായിച്ച് നോക്കണം. അറിയിപ്പുകളെല്ലാം കിടക്കുന്നത് അവിടെയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് അപ്പം ജോർജ് എന്നാണ് അപ്പച്ചൻ്റെ പേര്, വടക്കച്ചലാനത്തുകാരനാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഉടമ്പടി കഴിഞ്ഞ് 5 മാസത്തോളം പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ എനിക്ക് ഒന്നും ചോദിക്കാതെ, ഞാൻ മകൻ്റെ ജോലിയാണ് ചോദിച്ചത്, എനിക്കൊരു കാശ് രൂപമാണ് തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഇവിടുന്ന് തരുമ്പോൾ വളരെ ശ്രദ്ധയോടെയാണ് നിങ്ങളത് ശ്രദ്ധിക്കുക. അതൊരു അടയാളം മാത്രമാണ്. നേർച്ച വസ്തുക്കൾ തരുന്നത് ഒരു അടയാളം മാത്രമാണ്. ആ നേർച്ച വസ്തു അല്ല വർക്ക് ചെയ്യണത്. അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ശക്തിയുണ്ട്. അതാണ് അവിടെ വർക്ക് ചെയ്യണത്. അത് ഞാൻ നിങ്ങളോട് പറയാം. അതുകൊണ്ടാണ് തന്നിരിക്കുന്ന ഒരു നേർച്ച വസ്തു, കാരണം കൃപാസനം നിങ്ങൾക്കറിയാമല്ലോ, പത്രം വരെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ആൾക്കാർ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട്. ഉദ്ദേശിക്കാത്ത നേർച്ച വസ്തുക്കൾക്ക് പോലും സാക്ഷ്യം പറയുന്ന ഒരു അവസ്ഥയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യശക്തി നമുക്ക് അനുഭവേദ്യമാക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പാകതയോടെ വിശ്വസ്തയോടെ. ആദ്യമായിട്ടാണ് ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളെ വിശ്വാസം ഉറക്കാൻ കാത്തിരിക്കരുത്. ചില ആൾക്കാർ ടെസ്റ്റ് ചെയ്യാനും പരീക്ഷിക്കാനും വന്ന് നോക്കാം, എങ്ങനെ ഇരിക്കണം അറിയട്ടെ, അങ്ങനെയൊക്കെ വന്നൊരു വെറുതെ സമയം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഇന്നു മുതൽ തന്നെ സാക്ഷ്യം കേട്ട് എനിക്കും അൾത്താരെ കയറി ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് മനസ്സിൽ തീരുമാനിക്കണം. കാര്യം ഇവിടെ എപ്പോഴും സാക്ഷ്യമാണ് വർക്ക് ചെയ്യണത്. കാര്യം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയഘടികാരമാണ് നെഞ്ചി ചാർത്തിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ലോകത്തോട് പറയേണ്ടത്, അമ്മയ്ക്ക് വേണ്ടി പറയേണ്ടത് സഭയാണ്, ജോസഫച്ചനല്ല പറയേണ്ടത്. തിരുസഭയാണ് ഔദ്യോഗികമായി. തിരുസഭയ്ക്കാണ് ജനങ്ങളുടെ മേൽ അധികാരം ദൈവം കൊടുത്തിരിക്കുന്നത്, എനിക്കല്ല. അതുകൊണ്ട് അധികാരമുള്ള തിരുസഭ ഇവിടെ സംഭവിച്ച വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് ജനത്തെ അറിയിക്കേണ്ട കാര്യങ്ങൾ ജനത്തെ അറിയിക്കണം. അതുകൊണ്ട് അമ്മ എന്നാ ചെയ്യും? സാക്ഷ്യത്തിന് ഭയങ്കര പ്രാധാന്യമാണ്. സാക്ഷ്യം പറയാവുന്ന ചുമ്മാ വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതി, കാര്യങ്ങളുടെ മേൽ തീരുമാനമാകും. പക്ഷേ കണ്ടീഷനുണ്ട്, നീ ദൈവത്തോട് വിശ്വസ്തതയുള്ള ആളായിരിക്കണം. അതാണ്. ഇപ്പം തന്നെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, എന്നാ സാക്ഷ്യം പറഞ്ഞത്? അവർ കുർബാന അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്കമാലിയിലെ ചേച്ചിയാണ് സാക്ഷ്യം പറഞ്ഞത്, മഞ്ഞപ്പറയുള്ള അവരുടെ സാക്ഷ്യം. അവർ കണ്ണടച്ച് കുർബാന അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആകസ്മികമായി അവിചാരിതമായി അമ്മരൂപം ദർശനത്തിൽ കാണുകയാണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. എന്താ? സമയഘടികാരം കൂടെ കണ്ടു. സമയഘടികാരം കൂടെ കണ്ടു. എപ്പോഴാണത് കണ്ടത്? വൈദികൻ കോൺസെക്രേഷൻ വേഴ്സ് പറയുമ്പോഴാണ്. ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ കുർബാന ചെല്ലണതാരാ? ആദ്യം കുർബാന ചെല്ലിയതാരാ? അമ്മയാ. അമ്മയുടെ ശരീരമല്ലേ, അമ്മയുടെ ശരീരമല്ലേ. ആ സമയം നോക്കണ രസമാണ് ചിന്തിക്കുകയാണെങ്കിൽ. ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോഴാണ് അമ്മ ദർശനത്തിൽ കാണുന്നത്. എന്താണ്? അമ്മയുടെ ശരീരമാണ്. അമ്മയുടെ ശരീരമാണ് ദൈവം എടുത്തത്, പുത്രൻ തമ്പുരാന് കൊടുത്തത്. അങ്ങനെ അമ്മയാണ് ലോകത്തിന് ഈശോനെ കൊടുത്തത്. സ്വന്തം ജീവിതം കൊണ്ട് ആദ്യത്തെ കുർബാന അർപ്പിച്ച സഹപുരോഹിതയാണ്. കർത്താവിൻ്റെ കൂടെ നിന്ന്, മഹാപുരോഹിതൻ്റെ കൂടെ നിന്ന് ലോകത്തിന് ദൈവത്തെ കൊടുത്ത സഹപുരോഹിതയാണ്. ഈ ജോലിയാണ് നമ്മൾക്ക് ഉള്ളത്. ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ഉടമ്പടി ഒരു നൊവേന പ്രാർത്ഥനയൊന്നുമല്ല.
ഉടമ്പടി ഒരു സഹപൗരോഹിത്യത്തിൻ്റെ ബലിയർപ്പണത്തിൽ ലോകത്തെ അമ്മയെപ്പോലെ ഈശ്വരനെ കൊടുക്കുന്ന ഒരു ദൈവിക സംവിധാനമാണ്. കൈ അടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നതിൽ ഉദരഫലം തന്നെ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നതിൽ ഉദരഫലം തന്നെ. ഓ ജീവന്റെ മന്നതിൽ ഉദരഫലം തന്നെ. സുഗന്ധവാഹിനി അമ്മേനിൽ സുതനെ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനി അമ്മേനിൽ സുതനെ വാഴ്ത്തുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി നമ്മൾ ജീവിക്കുകയാണ് ചെയ്യണത് അല്ലേ? ഉടമ്പടി നമ്മൾ പ്രാർത്ഥിക്കുകയല്ല. എല്ലാ പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് അല്ലേ? പക്ഷെ ഉടമ്പടി നമ്മൾ ജീവിക്കുകയാണ് ചെയ്യണത്. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കാൻ ബൈബിൾ ലോകത്തോട് ആഹ്വാനം ചെയ്യും. പരിശുദ്ധാത്മാവ് ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നത് എന്താണ്? സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് പറഞ്ഞ് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവേൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവേൻ. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. ഈ പുതിയ മനുഷ്യനെയാണ് ഉടമ്പടി സംജാതമാക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഉടമ്പടി ശ്രദ്ധാപൂർവം ഒരു ജീവിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ലത്, ജീവിക്കുന്ന പ്രാർത്ഥന. അപ്പോൾ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും എങ്ങനെയാണെന്നറിയാവോ? ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിമിലാണ് ദൈവ പൈതൽ ശ്രദ്ധയുടെ നങ്കൂരം ഊന്നേണ്ടത്. അപ്പോൾ നീ ചിലപ്പോൾ വരുന്നൊരു വിഷയം നിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയോ വിവാഹത്തിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുന്ന കാര്യമോ സ്ഥലം വിൽക്കുന്ന കാര്യമോ ഒക്കെ ആയിരിക്കും നിൻ്റെ മനസ്സിലുണ്ടാകണം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഉടമ്പടി ലാഗ് ചെയ്യും. ഉടമ്പടിയുടെ ദൈവിക ലക്ഷ്യമാണ് നമ്മൾ ഒന്നാം സ്ഥാനത്ത് പറയേണ്ടത്. ബാക്കി നമ്മളവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വാഗ്ദാനങ്ങളല്ലേ? അത് നമ്മളുണ്ടാക്കിയ വാഗ്ദാനമല്ലല്ലോ, ദൈവത്തിൻ്റെ വാഗ്ദാനമല്ലേ? നമ്മുടെ ഭൗതിക സാഹചര്യത്തിൻ്റെ പരിപുഷ്ടി എന്ന് പറയുന്നത് ആര് തന്ന വാഗ്ദാനമാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അതാരാ പാലിക്കേണ്ടത്? നമ്മളല്ലല്ലോ പാലിക്കേണ്ടത്, ദൈവമല്ലേ? അല്ലേ? അപ്പം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പാലിക്കേണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണെങ്കിൽ അത് നമ്മുടെ വിഷയമല്ല. ഉടമ്പടിയെ ആധ്യാത്മികമായി സമീപിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഇപ്പം നിങ്ങൾ ചെയ്യണത് നൊവേനയെ നടത്തിയിട്ട് നൊവേനയിൽ വെച്ചിരിക്കുന്നത് കല്യാണമെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവണത് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. സാധാരണ നൊവേന ക്രിസ്ത്യാനിനെ പോലെയാണ് പലരും പെരുമാറുന്നത്. അങ്ങനെയല്ല. ഉടമ്പടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താ? അതിന് ദൈവിക ലക്ഷ്യമാണ്. ദൈവിക ലക്ഷ്യം എന്താ? ദൈവിക ലക്ഷ്യമാണ് ഈ നിബന്ധനകളിലൂടെ വെളിവാക്കപ്പെടുന്നത്. നിബന്ധനകളാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളിപ്പോഴും നിയോഗങ്ങൾക്കാണ്. ഈ നിയോഗങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നവർ ഇപ്പോഴും ഇങ്ങനെ അയ്യോ ആയില്ലല്ല പിന്നെയും തോറ്റല്ല എന്ന് പറഞ്ഞിരിക്കും ഇല്ലേ? ആ മകളുടെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഷാനി, കണ്ണൂരിൽ നിന്നുള്ള. എന്താ കുഞ്ഞു പറഞ്ഞത്? എല്ലാവരും ഹെഡ്സെറ്റൊക്കെ വെച്ച് അവരുടെ പഠിത്തത്തിൻ്റെ തിരക്കിലാകുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയാവോ? എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കൗൺസിലിങ്ങിൽ പറഞ്ഞ വചനങ്ങളെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. എവിടെ? പരീക്ഷാ ഹോളിലേ കൗൺസിലിങ്ങിൽ പറഞ്ഞു തന്ന വചനങ്ങൾ ഞാൻ കേട്ട് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്ന്. അതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടതാണത്. അതെന്താണ്? അത് ഉടമ്പടിയാണ് പറയണത്. അവരെന്താ? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. അത് പുറപ്പാട് 14.
അത് സക്രിയ 4:6 എന്താണ് സക്രിയ 4:6 പറഞ്ഞത്? സൈന്യത്താരെയല്ല, ശക്തിയാരെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാലാണ്. അത് എഫേസ്യസ് 2:8 എഫേസ്യസ് 2:8 എന്ന് പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിന്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടെന്ന്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം തിരുസഭ പണിയാം. Praise the Lord. Praise the Lord. ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ്? അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരുവപ്പെടുത്തൽ എന്താണ്? ഉടമ്പടിയുടെ ലക്ഷ്യം എന്താ? കൊളോസ്യസ് 3:10 എന്താ ലക്ഷ്യം? സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് പറഞ്ഞേ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവേൻ. ആ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചാൽ നിങ്ങൾ പുതിയ മനുഷ്യനാകും. എങ്ങനെയുള്ള മനുഷ്യനാണ് ആകാൻ പോണത്? സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ. ഈ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് എങ്ങനെയാണ് പുതിയ മനുഷ്യന്മാർ നവീകരിക്കപ്പെടുന്നത്? സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട്. ജ്ഞാനവുമുണ്ട്, സമ്പൂർണ്ണ ജ്ഞാനവുമുണ്ട്. മനസ്സിലായില്ലേ? അത് വ്യക്തമാക്കുന്നത് ആരാണെന്നറിയാവോ? ആദ്യത്തെ മാർപ്പാപ്പയാണ്. ആദ്യത്തെ മാർപ്പാപ്പ പറയും ജ്ഞാനവുമുണ്ട്, സമ്പൂർണ്ണ ജ്ഞാനവുമുണ്ട് എന്ന് പറയും. അപ്പം സമ്പൂർണ്ണ ജ്ഞാനം എന്താണെന്ന് നമ്മൾ അറിയണം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ